നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃ സഹോദരിയായ ഉമൈമത്തിൻ്റെ പുത്രനാകുന്നു അബ്ദുല്ലാഹിബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹു. അബ്ദുല്ലയുടെ സഹോദരി സൈനബ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ ഒരാളായിരുന്നു. അങ്ങനെ നബി തങ്ങളുമായി അടുത്ത കുടുംബബന്ധമുണ്ടായിരുന്ന അബ്ദുല്ല റളിയല്ലാഹു അൻഹു ഇസ്ലാമിലെ ആദ്യകാല വിശ്വാസികളിൽ ഒരാളായിരുന്നു. ഇസ്ലാമിക ചരിത്രത്തിൽ ആദ്യമായി ഒരു സൈനിക നായകനായി തിരഞ്ഞെടുക്കപ്പെട്ട സ്വഹാബിയും അബ്ദുല്ല റളിയല്ലാഹു അൻഹു ആയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദാറുൽ അർഖമിൽ രഹസ്യപ്രബോധനം നടത്തുന്നതിന് മുമ്പ് തന്നെ അബ്ദുല്ല റളിയല്ലാഹു അൻഹു ഇസ്ലാമിൽ അംഗമായി. ആദ്യഘട്ടം അബിസീനിയയിലേക്കും അനന്തരം മദീനയിലേക്കും അദ്ദേഹം ആത്മരക്ഷാർത്ഥം പലായനം ചെയ്യുകയുണ്ടായി. അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂം, അബൂ സലമ എന്നിവരെ പോലെ അദ്ദേഹവും മുമ്പേ തന്നെ പലായനം ചെയ്തു. അന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ തൻ്റെ കുടുംബം പരിപൂർണമായും ഹിജ്റയിൽ പങ്കെടുത്തു. മക്കയിൽ അസദ് കുടുംബം താമസിച്ചിരുന്ന പ്രദേശം പരിപൂർണ വിജനമായി തീർന്നു. ജഹ്ഷിൻ്റെ സന്തതികളുടെ സ്മരണകൾ വിളിച്ചോതുന്ന ആ വീടുകളിൽ അവശിഷ്ടങ്ങൾ മൂകഭാഷയിൽ വിരഹദുഃഖത്തിൻ്റെ വിലാപമുതിർത്തു. അബൂജഹലും ഉത്തുബത്തും പതിവ് പോലെ അന്ന് പ്രഭാതത്തിലും മക്കയിലെ തെരുവ് വീഥികളിലൂടെ പരതിക്കൊണ്ടിരുന്നു. ഓരോ രാത്രിയിലും ബന്ധുമിത്രാദികളെ ഉപേക്ഷിച്ച് മദീനയിലേക്ക് നാടുവിട്ടവർ ആരെല്ലാമാണെന്ന് അന്വേഷിക്കുകയായിരുന്നു അവരുടെ ജോലി. അബ്ദുല്ലയുടെ പാർപ്പിടം ശൂന്യമായി കണ്ടപ്പോൾ അവർ മദീനയിലേക്ക് ഓടിപ്പോയതായി ഖുറൈശി പ്രമുഖർ ഊഹിച്ചു. ബൃഹത്തും സുന്ദരവുമായ ആ വീടുകൾ പിന്നീട് അബൂജഹൽ കൈവശപ്പെടുത്തുകയാണുണ്ടായത്. തങ്ങളുടെ ഭവനം ദുഷ്ടനായ അബൂജഹൽ കൈവശം വച്ചതറിഞ്ഞ അബ്ദുല്ല റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് ആവലാതിപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദുല്ലയോട് പറഞ്ഞു, അബ്ദുല്ല, അതിനു പകരം സുന്ദരമായ മണിസൗധങ്ങൾ അള്ളാഹു നിനക്ക് പരലോകത്തിൽ നൽകും. നിനക്ക് അത് പോരെയോ? അബ്ദുല്ല റളിയല്ലാഹു അൻഹു പറഞ്ഞു, മതി, എനിക്കത് ധാരാളം മതി. അബ്ദുല്ല റളിയല്ലാഹു അൻഹു സന്തുഷ്ടനായി. ഖുറൈശികളുടെ കിരാതമർദ്ദനങ്ങളിൽ നിന്ന് മുക്തി നേടി മദീനയിലെത്തിയെങ്കിലും അബ്ദുല്ല റളിയല്ലാഹു അൻഹുവിന് തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും വിശ്രമവും സുഖവും അനുഭവിക്കാൻ അവസരം ലഭിച്ചില്ല. ഇസ്ലാമിലെ ആദ്യത്തെ സൈനിക നടപടിക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളിൽ നിന്ന് 8 പേരെ തെരഞ്ഞെടുത്തു. അവരുടെ നായകത്വം ഏൽപ്പിക്കപ്പെട്ടത് അബ്ദുല്ല റളിയല്ലാഹു അൻഹുവിനെ ആയിരുന്നു. തൻ്റെ സന്തത സഹചാരിയായിരുന്ന സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവും കൂടെയുണ്ടായിരുന്നു. അന്ന് നബി തങ്ങൾ ഇങ്ങനെ പറഞ്ഞു, നിങ്ങളിൽ കൂടുതൽ വിശപ്പും ദാഹവും സഹിക്കാൻ കഴിവുള്ള വ്യക്തിയെയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ നേതാവായി തിരഞ്ഞെടുക്കുന്നത്. ഒരു മുസ്ലിം സംഘത്തിൻ്റെ നായകൻ എന്ന ബഹുമതി ലഭിക്കുന്ന ആദ്യത്തെ സ്വഹാബി അബ്ദുല്ല റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഒരു ചെറിയ സൈനിക സംഘത്തിന് സഞ്ചരിക്കാനുള്ള ദിക്ക് ചൂണ്ടിക്കാണിച്ച ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അബ്ദുല്ല, ഇതാ എൻ്റെ ഒരു എഴുത്ത്. നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശം ഇതിലുണ്ട്. പക്ഷേ 2 ദിവസം തുടർച്ചയായി നടന്നതിൻ്റെ ശേഷമേ ഇത് പൊളിച്ചു വായിക്കാവൂ. പിന്നീട് ഇതിലുള്ള നിർദ്ദേശമനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക. അബ്ദുല്ലയുടെ നേതൃത്വത്തിൽ ആ കൊച്ചു സംഘം 2 ദിവസം യാത്ര തുടർന്നു. അനന്തരം എഴുത്തെടുത്ത് വായിച്ചു നോക്കി. എഴുത്തിലെ ഉള്ളടക്കം ഇപ്രകാരമായിരുന്നു: നിങ്ങൾ നേരെ നഖ്ലയിലേക്ക് പുറപ്പെടുക. അവിടെ ചെന്ന് ഖുറൈശി കച്ചവട സംഘത്തിൻ്റെ വിവരം മണത്തറിഞ്ഞ് ആ വിവരം മദീനയിലെത്തിക്കുക. കുറിപ്പ് വായിച്ച അബ്ദുല്ല സ്വയം പറഞ്ഞു, അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ നിർദ്ദേശം പരിപൂർണമായും ഞാൻ അനുസരിച്ചിരിക്കുന്നു. അനന്തരം അദ്ദേഹം അനുയായികൾക്ക് നബി തങ്ങളുടെ കുറിപ്പ് വിശദീകരിച്ചു കൊണ്ടിങ്ങനെ പറഞ്ഞു, നിങ്ങളിൽ ഒരാളെയും നിർബന്ധിക്കരുതെന്ന് എനിക്ക് നിർദ്ദേശമുണ്ട്. അതുകൊണ്ട് രക്തസാക്ഷിത്വവും അതുവഴി അള്ളാഹുവിൻ്റെ പ്രീതിയും ആഗ്രഹിക്കുന്നവർ മാത്രം എന്നെ അനുഗമിക്കുക. അല്ലാത്തവർക്ക് നാട്ടിലേക്ക് മടങ്ങാം, എനിക്ക് വിരോധമില്ല. അനുയായികൾ ഏകസ്വരത്തിൽ മറുപടി പറഞ്ഞു, ഞങ്ങൾ സന്നദ്ധരാണ്. പ്രവാചകൻ എങ്ങോട്ട് പോവാൻ കൽപ്പിച്ചാലും അവിടേക്ക് നിർഭയം ഞങ്ങൾ കൂടെ വരും. അങ്ങനെ അവർ നഖലയിലെത്തി. ഖുറൈശി സാർത്ഥവാഹകരെ തിരഞ്ഞുകൊണ്ടിരുന്നു.
അതിനിടയിൽ ഒരു ചെറിയ സംഘം അവരുടെ ദൃഷ്ടിയിൽപ്പെട്ടു. ആ സംഘത്തിലുണ്ടായിരുന്നത് അംറുബിനുൽ അസ്റമി, ഹക്കമുബിനു അബ്ദില്ല, മുഗീറത്ത് എന്നിവരായിരുന്നു. മുന്തിരിങ്ങ, തോലുൽപ്പന്നങ്ങൾ എന്നീ കച്ചവട സാധനങ്ങളായിരുന്നു അവരുടെ പക്കലുണ്ടായിരുന്നത്. യുദ്ധം നിഷിദ്ധമായ മാസത്തിലെ അവസാന ദിവസമായിരുന്നു അത്. മാസത്തിൻ്റെ മാഹാത്മ്യം മാനിക്കുമ്പോഴേക്കും അവരുടെ യാത്ര ഹറമിലെത്തിച്ചേരുമായിരുന്നു. ഇനി എന്തു വേണമെന്നവർ ഉറ്റാലോചിച്ചു. പരമ്പരാഗതമായി അറബി ജനത നിർഭയ കാലഘട്ടമായി നിർണയിച്ചു പോന്ന ദുൽഖഅദ്, ദുൽഹിജ്ജ, മുഹറം, റജബ് എന്നീ മാസങ്ങളുടെയും നിർഭയ പ്രദേശമാക്കി വെച്ച ഹറമിൻ്റെയും പവിത്രത ലംഘിച്ചാൽ അത് വലിയ ചീത്തപ്പേരാകുമല്ലോ. എങ്കിലും കാര്യമായ ആലോചനയ്ക്ക് ശേഷം അവർ കച്ചവട സംഘത്തെ നേരിടാൻ തന്നെ തീരുമാനിച്ചു. അവർ അവരുടെ മേൽ ചാടി വീണു. ഒരാളെ വധിക്കുകയും മറ്റു 2 പേരെ ബന്ധനസ്ഥരാക്കുകയും ചെയ്തു. ഒരാൾ ഓടി രക്ഷപ്പെടുകയാണുണ്ടായത്. കച്ചവട ചരക്കുമായി അവർ മദീനയിൽ മടങ്ങിയെത്തി. വിവരമറിഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കോപിഷ്ഠനായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഞാൻ അവരെ ആക്രമിക്കാനും കൊലപ്പെടുത്താനുമല്ല നിങ്ങളെ അയച്ചത്. അവരുടെ യാത്രാവിവരം അന്വേഷിച്ച് എന്നെ അറിയിക്കാൻ മാത്രമായിരുന്നു. മുസ്ലിങ്ങൾ അവരെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന ധിക്കരിച്ചവരായി അവർ ചിത്രീകരിക്കപ്പെട്ടു. അബ്ദുല്ല റളിയല്ലാഹു അൻഹുവും കൂട്ടുകാരും മാനസികമായി അസ്വസ്ഥത പൂണ്ടു. അവർ പ്രസ്തുത സംഭവമോർത്ത് ദുഃഖിക്കുകയും ലജ്ജിക്കുകയും ചെയ്തു. എങ്കിലും അവരുടെ ദുഃഖം നീണ്ടുനിന്നില്ല. അവരുടെ പ്രവർത്തനത്തെ ന്യായീകരിച്ചുകൊണ്ട് ഖുർആൻ അവതരിച്ചു. അവർ സന്തുഷ്ടരായി. നിഷിദ്ധമാസങ്ങളിൽ യുദ്ധം ചെയ്യുന്നതിനെക്കുറിച്ച് അവർ ചോദിക്കുന്നു. എന്നാൽ താങ്കൾ പറയുക, ആ മാസങ്ങളിൽ യുദ്ധം വലിയ കുറ്റം തന്നെ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്നും മസ്ജിദുൽ ഹറാമിൽ നിന്നും ജനങ്ങളെ തടയലും അള്ളാഹുവിനെ നിഷേധിക്കലും അതിൻ്റെ യഥാർത്ഥ അവകാശികളെ അവിടെ നിന്ന് പുറത്താക്കലും അള്ളാഹുവിൻ്റെ പക്കൽ ഏറ്റവും വലിയ കുറ്റങ്ങളാകുന്നു. മർദ്ദനം കൊലയേക്കാൾ വലിയ കുറ്റമാകുന്നു. പ്രസ്തുത ആയത്തിൻ്റെ അവതരണം നബി തങ്ങളെയും സന്തുഷ്ടനാക്കി. അനന്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബന്ദികൾക്ക് മോചനം നൽകുകയും അവരുടെ സ്വത്ത് പിടിച്ചെടുക്കുകയും ചെയ്തു. ബദർ രണാങ്കണത്തിൽ അബ്ദുല്ല റളിയല്ലാഹു അൻഹുവിൻ്റെ സേവനം ശ്ലാഘനീയവും നിസ്തുലവുമായിരുന്നു. ഉഹുദിൽ അദ്ദേഹത്തിൻ്റെയും സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിൻ്റെയും കഥ അവിസ്മരണീയവും കോരിത്തരിപ്പിക്കുന്നവയുമായിരുന്നു. സഅദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഉഹുദ് യുദ്ധ ദിവസം അബ്ദുല്ല എന്നോട് ചോദിച്ചു, നമുക്ക് അള്ളാഹുവിനോടൊന്ന് പ്രാർത്ഥിക്കേണ്ടയോ? ഞാൻ പറഞ്ഞു, അതെ, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ 2 പേരും ഒരു വിജനമായ സ്ഥലത്തു ചെന്നു. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, നാഥ, ഞാൻ പടക്കളത്തിലിറങ്ങിയാൽ ശക്തരായ എതിരാളികളെ എനിക്ക് നീ നൽകണമേ. ഘോര സമരങ്ങൾക്കു ശേഷം അവരെ പരാജയപ്പെടുത്താനും വധിക്കാനും എനിക്ക് കഴിവ് നൽകണമേ. എൻ്റെ പ്രാർത്ഥനയ്ക്ക് അബ്ദുല്ല റളിയല്ലാഹു അൻഹു ആമീൻ പറഞ്ഞു. പിന്നീട് അബ്ദുല്ല പ്രാർത്ഥിച്ചു, നാഥ, ഇന്ന് പടക്കളത്തിൽ രണശൂര പരാക്രമിയായ ഒരു എതിരാളിയെ എനിക്ക് നീ നൽകണമേ. അവനുമായി എതിരിടുമ്പോൾ അവൻ എന്നെ വധിക്കുകയും എൻ്റെ നാക്കും ചെവിയും അരിഞ്ഞ് വികൃതമാക്കുകയും ചെയ്യണമേ. അങ്ങനെ ഞാൻ അംഗവിഹീനനായി നാളെ നിന്റെ തിരുസഭയിലെത്തുകയും നീ എൻ്റെ അംഗങ്ങളെക്കുറിച്ച് ചോദിക്കുകയും ചെയ്യുമ്പോൾ നിനക്കും നിന്റെ പ്രവാചകനും വേണ്ടിയാണ് ഞാൻ അവ നശിപ്പിച്ചു കളഞ്ഞതെന്ന് മറുപടി പറയാനുള്ള അവസരം ഉണ്ടാക്കുകയും ചെയ്യണമേ. സഅദ് റളിയല്ലാഹു അൻഹു പറയുന്നു, എൻ്റെ പ്രാർത്ഥനയേക്കാൾ ഉത്തമമായിരുന്നു അബ്ദുല്ലയുടേത്. അന്ന് സന്ധ്യാസമയത്ത് രണാങ്കണത്തിൽ അദ്ദേഹം വധിക്കപ്പെട്ട് കിടക്കുന്നത് ഞാൻ കണ്ടു. മൃതശരീരം മുഴുവനും വികൃതമാക്കപ്പെട്ടിരിക്കുന്നു. കാതും മൂക്കും ശത്രുക്കൾ അരിഞ്ഞെടുത്ത് ഒരു നൂലിൽ കോർത്ത് മൃതശരീരത്തിനരികെ ഒരു വൃക്ഷത്തിൽ കെട്ടിത്തൂക്കിയിരിക്കുന്നു. ഉഹുദ് പർവ്വതത്തിൻ്റെ പ്രാന്തത്തിൽ തൻ്റെ അമ്മാവനും രക്തസാക്ഷികളുടെ നേതാവുമായ ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ കല്ലറയിൽ ആ മരുമകനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറവ് ചെയ്തു.